മില്ലറ്റ് അരിയിനേക്കാളും മികച്ചതാണോ? മില്ലറ്റ് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമോ? ഡയബറ്റീസ് ഉള്ളവർക്ക് അത് നല്ലതാണോ? മില്ലറ്റിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങളും ഒത്തിരി തെറ്റായ ധാരണകളും ഉണ്ട്. ഇനി റൈസിനേക്കാൾ അല്ലെ ഗോതമ്പിനേക്കാൾ മികച്ചതാകണമെങ്കിൽ നമ്മൾ മില്ലറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നിവയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഒന്നാമതായിട്ട് മില്ലറ്റ് എന്ന് പറയുന്നത് ഗ്രാസ് ഫാമിലിയിൽ വരുന്ന ഒന്നാണ്. നമ്മുടെ ചാമ, തിന അങ്ങനെ നമ്മുടെ ഒട്ടനവധി മില്ലറ്റുകൾ ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് മില്ലറ്റിന് അതൊരു ഇത്ര ഒരു സൂപ്പർ ഫുഡ് അല്ലെങ്കിൽ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് കുക്ക് ചെയ്തത് ഒരു 174 ഗ്രാം ഒരു കുക്ക് ചെയ്ത ഒരു 174 ഗ്രാം മില്ലറ്റ് നമുക്ക് 207 കാലറി, കാർബ് 41 ഗ്രാം, ഫൈബർ 2.2 ഗ്രാം, പ്രോട്ടീൻ 6 ഗ്രാം, പിന്നെ അതിൽ ഫോളേറ്റ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, അങ്ങനെ കുറച്ച് മൈക്രോ മിനറൽസും ഉണ്ട്. മൈക്രോ അല്ല മിനറൽസും ഉണ്ട്. ഇനി നമുക്ക് അത് പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം വെജ് സോഴ്സുകളൊന്നും ഒരു കംപ്ലീറ്റ് സോഴ്സ് അല്ല. അമിനോ ആസിഡ്സിന്റെ നമുക്ക് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ സിറിയൽ ആണെങ്കിലും പൾസ് ആണെങ്കിലും അത് രണ്ടും കോമ്പിനേഷനിൽ വരുമ്പോഴാണ് നമുക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കിട്ടുക. പക്ഷേ അതിനെ അപേക്ഷിച്ച് മില്ലറ്റുകൾ കൂടുതൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റാഗിയൊക്കെ ആണെങ്കിൽ അയണും കാൽഷ്യം ഒക്കെ കിട്ടാനും നല്ലതാണ്. ഇനി ഇതിനെ മികച്ചതാക്കുന്ന മറ്റൊരു കാര്യം, ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ, ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകള്, തൈറോയിഡ് പേഷ്യൻസ്, ഇവർക്കൊക്കെ ഇൻഫ്ലമേഷൻസ് ഉള്ള സമയത്ത് ഗ്ലൂട്ടൻ ഉള്ളത് കഴിക്കരുതെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റും നമ്മുടെ അരിയിനേക്കാളും ഉണ്ട്. അതേപോലെ ഫൈബറും ഉണ്ട്. ഇനി ഇതിനെ മികച്ചതാക്കുന്ന കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ആന്റി ഓക്സിഡന്റ് റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അരിയിനേക്കാളും നമുക്ക് എന്താ പറയാ, നമ്മുടെ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ കുറച്ച് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് നമ്മുടെ മില്ലറ്റുകൾക്കുണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് പൊതുവിനെ ഒരു 53 അല്ല അതിൽ താഴെ അല്ലെ ഒരു 55 റേഞ്ചിലാണ് പല മില്ലറ്റിലും നിൽക്കുക. അതുകൊണ്ട് തന്നെ അതൊരു ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും ഷുഗർ PCOD പേഷ്യൻസിനും ഒക്കെ ആ ഗ്ലൂക്കോസ് സ്പൈക്ക് ഇല്ലാതെ ഒന്ന് ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സോല്യൂബിൾ ഫൈബർ കണ്ടന്റ് നമ്മുടെ കൊളസ്ട്രോൾ ലോവർ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതൊക്കെ കൊണ്ട് മില്ലറ്റ് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അതിൽ ഒന്നാമത്തെ കുഴപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ന്യൂട്രീഷണൽ സാധനങ്ങൾ കൂടുതലാണ്. അതായത് ഫൈറ്റിക് ആസിഡ് ഒക്കെ നമ്മുടെ പല സാധനങ്ങളിലെ അബ്സോർഷൻ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് നന്നായിട്ട് സോക്ക് ചെയ്ത് വേവിച്ച് വേണം കഴിക്കാൻ. അപ്പൊ നമ്മുടെ അരിയിലൊന്നും അത്ര അധികം ഈ ആന്റി ന്യൂട്രീഷണൽ സാധനങ്ങളില്ല. പക്ഷെ മില്ലറ്റിൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ മില്ലറ്റ് നല്ലതാണ്. ഓക്കെ, മില്ലറ്റ് കഞ്ഞി എന്നാൽ ഡിന്നറിന് കഴിക്കാം എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കപ്പ് മില്ലറ്റ് കഞ്ഞി കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡിന്നറിന് വെറും 6 ഗ്രാം പ്രോട്ടീനെ കിട്ടുള്ളൂ. ഒരു ദിവസം ഒരു നമ്മൾ 0.8 ഗ്രാം വെച്ചിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു ബോഡി വെയിറ്റ് ഗുണം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഒരു 45 ഗ്രാം മിനിമം ആട്ടോ, 45 ഗ്രാം വേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 4 നേരം ഒരു 10 ഗ്രാം അല്ലെ ഒരു 12-15 ഗ്രാം അടുത്ത് കഴിച്ചാലാണ്, 3 നേരം കഴിച്ചാലാണ് 45 ഗ്രാം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ ഒരു നേരം മില്ലറ്റ് കഞ്ഞി മാത്രം കുടിച്ചാൽ വെറും 6 ഗ്രാമേ കിട്ടുള്ളൂ. അപ്പോ അരിയിനേക്കാളും മികച്ചതാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മില്ലറ്റ് വേവിച്ച് മാത്രം കഴിച്ചാൽ പോരാ. മില്ലറ്റ് വേവിച്ചതിന്റെ ഒപ്പവും നമ്മൾ പ്രോട്ടീൻ ഉള്ള ഒരു കറിയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സോഴ്സ് എക്സ്ട്രാ നമ്മൾ കരുതണം. അരിയിനേക്കാളും കുറച്ചും കൂടെ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, മിനറൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അന്നും പറഞ്ഞ മില്ലറ്റ് വേവിച്ചത് മാത്രം അല്ലെ മില്ലറ്റ് കുറുക്കിയത് കഴിക്കുക, മില്ലറ്റ് മാങ്ങാ ചമ്മന്തി മാത്രം കഴിക്കുക വേവിച്ചതും, അങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അത്ര അത്ര എഫക്റ്റീവ് ആണെന്നല്ല, നിങ്ങൾക്ക് അത് അസുഖങ്ങൾ കൂട്ടുകയുള്ളൂ കേട്ടോ. അരിന്റെ ഒപ്പം ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ചോറ് കഴിച്ചാലും 2-3 കറികൾ എടുക്കാറില്ലേ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മില്ലറ്റ് കുക്ക് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അതിന്റെ ഒപ്പം ഒരു വെജിറ്റബിൾ സോഴ്സും പ്രോട്ടീൻ സോഴ്സും ഇൻക്ലൂഡ് ചെയ്യുക. അതായത് പച്ചക്കറികളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പ്രോട്ടീന്റെ കറികളായിട്ട് പൾസസോ ദാലോ ചിക്കനോ ഫിഷോ എഗ്ഗോ ഒരു പ്രോട്ടീന്റെ സോഴ്സും കൂടെ നിങ്ങൾ ഇതിൽ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ മില്ലറ്റ് മാത്രം വേവിച്ച് കഴിച്ചാൽ ആ പറയുന്ന എല്ലാ നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ മിസ്സായി പോകും. അപ്പൊ അതൊരു ആൾക്കാര് സ്ഥിരമായി മില്ലറ്റ് നല്ലതാന്ന് പറഞ്ഞ് ചെയ്യുന്ന പല ആൾക്കാരും മില്ലറ്റിന് ഉപ്മാവ് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മില്ലറ്റ് ഉപ്മാവും പഴവും. മില്ലറ്റ് ഉപ്മാവില് ഒരു 6 ഗ്രാം പ്രോട്ടീൻ കിട്ടി, പഴത്തുനിന്നും ഒരു വളരെ കുറച്ച് കിട്ടി. പക്ഷെ അപ്പൊ ഡെയിലി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാ നേരം പ്രോട്ടീൻ
കണ്ടന്റ് ഉള്ള കറിയും കൂടെ ഒപ്പം മില്ലറ്റ് കഴിക്കുമ്പോൾ എടുക്കണം. എങ്കിൽ മാത്രമേ അത് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരും ഇൻഫ്ലമേഷൻസ് വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ മില്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രോട്ടീനും വെജിറ്റബിളും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. താങ്ക് യു.